ആണവധാരണയിലെത്തിയാൽ ഇറാനെതിരായ ഉപരോധം അവസാനിപ്പിക്കാമെന്ന് അമേരിക്ക. നിർണായക വിഷയങ്ങളിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകണമെന്ന് ഇറാന് നിർദ്ദേശം നൽകിയതായും സൂചന. അതേസമയം ന്യായവും സമഗ്രവുമായ ധാരണയ്ക്കായിരിക്കണം ചർച്ചകൾ എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അറിയിച്ചു. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നു. വിയറ്റ്നാമുമായി പ്രതിരോധം, സാങ്കേതികവിദ്യ, ധനകാര്യം തുടങ്ങി 13 സുപ്രധാന മേഖലകളിൽ ഭാരതം ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിലെ ഭാരതത്തിന്റെ കുതിച്ചുചാട്ടം ഇനി വിയറ്റ്നാമിലേക്കും വ്യാപിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. അതിവേഗം വളരുന്ന 2 സാമ്പത്തിക ശക്തികൾ കൈകോർക്കുമ്പോൾ പിറക്കുന്നത് പുതിയൊരു ചരിത്രം. വിയറ്റ്നാമും ഭാരതവും തമ്മിൽ 13 സുപ്രധാന ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവെച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിലെ സഹകരണമാണ്. ഭാരതീയ റിസർവ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വിയറ്റ്നാമും തമ്മിലുള്ള കരാർ പ്രകാരം ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള NPCI കരാർ ഇതിൽ നിർണായകമാണ്. നഗരവികസനത്തിലും ഇരു രാജ്യങ്ങളും മാതൃകയാകുന്നു. മുംബൈ കോർപ്പറേഷനും ഹോ ചി മിൻ സിറ്റിയും തമ്മിൽ സൗഹൃദ കരാർ നഗരഭരണത്തിലും വികസനത്തിലും പുതിയ പാത തുറക്കും. കൂടാതെ ടൂറിസം മേഖലയിലും ഇരു രാജ്യങ്ങളും സംയുക്ത നീക്കങ്ങൾ നടത്തും. നളന്ദ സർവകലാശാലയും വിയറ്റ്നാമിലെ ഹോ ചി മിൻ നാഷണൽ അക്കാദമിയും തമ്മിലുള്ള കരാർ വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ഉറപ്പിക്കും. സാംസ്കാരിക വിനിമയത്തിനായി 2026 മുതൽ 2030 വരെയുള്ള പ്രത്യേക പദ്ധതിക്കും തുടക്കമായി. ജനം, ഡൽഹി. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയുന്ന വാർത്തയിലേക്കാണ്. ആണവധാരണയിലെത്തിയാൽ ഇറാനെതിരായ ഉപരോധം അവസാനിപ്പിക്കാമെന്ന് അമേരിക്ക. നിർണായക വിഷയങ്ങളിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകണമെന്ന് ഇറാൻ നിർദ്ദേശം നൽകിയതായും സൂചന. അതേസമയം ന്യായവും സമഗ്രവുമായ ധാരണയ്ക്കായിരിക്കണം ചർച്ചകൾ എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അറിയിച്ചു. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് പറയൂ. തീർച്ചയായും അമൽ, ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളാണ്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളാണ്. ആണവധാരണയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ആണവധാരണ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ തുടർ നടപടികൾ തീരുമാനമാക്കാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആണവധാരണയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഉപരോധം ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇറാൻ്റെ ഫ്രോസൺ ഫണ്ട്സ് ഉണ്ട്, അതായത് ഇറാൻ പല രാജ്യങ്ങളിലായി പല കാലങ്ങളിലായി ഉള്ള ഇറാന് ലഭ്യമാകാനുള്ള പണം മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അത് ഈ ഉപരോധത്തിൻ്റെയൊക്കെ ഭാഗമായുണ്ട്. അത്തരത്തിലുള്ള പണം ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളും തയ്യാറാക്കാം, അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ തുടരാം എന്നൊരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് സൂചന. ഏറ്റവും നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ആണവധാരണയ്ക്ക് തയ്യാറാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിന് പിന്നാലെ മറ്റു പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതിലേറ്റവും നിർണായകമായൊരു ഇടപെടൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാടാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ന്യായവും സമഗ്രവുമായ ഒരു തീരുമാനം ഇറാൻ്റെ വിഷയത്തിൽ ഉണ്ടാകണം, ഇറാനും അമേരിക്കയുമായുള്ള വിഷയത്തിൽ ഉണ്ടാകണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേരത്തെ നമുക്കറിയാവുന്നതാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകൾ, നിലപാട് അല്പസമയം മുമ്പാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ക്ഷമ പരീക്ഷിക്കുന്ന നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ആണവധാരണയിൽ എത്തണം എന്നൊരാവശ്യം, അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങളുടെ ധാരണ ഉണ്ടാകണമെന്നൊരാവശ്യവും. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ഉപരോധം ഒഴിവാക്കുകയും അതുപോലെ ഈ ഫ്രോസൺ ഫണ്ട് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ മരവിപ്പിച്ച ഫണ്ടെല്ലാം തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചിരിക്കുന്നത്. ന്യായമായ ഇടപെടൽ അല്ലെങ്കിൽ സമഗ്രമായ ഇടപെടൽ തങ്ങളുടെ കാര്യത്തിൽ, സമഗ്രമായ ധാരണ തങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം, അത് ശാശ്വതമായിരിക്കണമെന്ന നിലപാടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അമൽ, വ്യക്തമാണ്. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.